പ്രിയപ്പെട്ട കുട്ടികളെ, ഡെൽറ്റ ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ പാർട്ട് 2 ആണ്. പേജ് നമ്പർ 11. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നെയിമിങ്ങിനെ കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയതല്ലേ. അതായത് ഓപ്പൺ ചെയിൻ കോമ്പൗണ്ട്സിനെ കുറിച്ചും ബ്രാഞ്ചഡ് ആയിട്ടുള്ള കോമ്പൗണ്ടിനെയൊക്കെ നെയിമിംഗ് ആണ്. ഇത് നമുക്കിന്ന് നോക്കാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻ വിത്ത് മോർ ദാൻ വൺ ബ്രാഞ്ച്. അതായത് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് വരികയാണെങ്കിൽ നമ്മളെങ്ങനെയാണ് നെയിം ചെയ്യുന്നത് എന്നുള്ളത്. അതിൻ്റെ കുറച്ച് സ്റ്റെപ്സാണ് പറഞ്ഞിട്ടുള്ളത്, കുറച്ച് റൂൾസ്. ഇഫ് മോർ ദാൻ വൺ ബ്രാഞ്ച് ഈസ് പ്രസൻറ്റ്, സെലക്ട് ദ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ. അതായത് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ ഒരു ലോങ് ചെയിൻ കാർബണാണ് കണ്ടെത്തേണ്ടത്. അതായത് മെയിൻ കാർബൺ ചെയിൻ കണ്ടെത്തുക. നമ്പർ ദ കാർബൺ ആറ്റം ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓർ റൈറ്റ് ടു ലെഫ്റ്റ് in such a way that the carbon atom with branches get the lowest position number. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, ലോങ്ങസ്റ്റ് ചെയിൻ കണ്ടെത്താൻ വേണ്ടി ഏറ്റവും കൂടുതൽ കാർബൺ ആറ്റമുള്ള ആ ചെയിനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഇത് നമ്മൾ നോക്കേണ്ടത്, അതായത് നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും നമ്പർ ചെയ്യുക. നമ്പർ ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യണം. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ടു റൈറ്റും റൈറ്റ് ടു ലെഫ്റ്റും ചെയ്ത് നോക്കുക. ചെയ്യുന്ന സമയത്ത് ഏതാണോ ഫസ്റ്റ് വരുന്ന ബ്രാഞ്ചിന്, ആ ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ. ദെൻ കറക്റ്റ് വേ ഓഫ് നമ്പറിങ് എന്ന് പറഞ്ഞാൽ ഈ തന്നിട്ടുള്ളതിൽ ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അതായത് ബ്രാഞ്ചിന് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നമ്പർ ചെയ്യുമ്പോൾ സെക്കൻഡ് പൊസിഷനിലാണ് ബ്രാഞ്ച് വരുന്നത്. ദെൻ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് വരുന്നതെങ്കിൽ തേർഡ് പൊസിഷനിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് പൊസിഷനിൽ ബ്രാഞ്ച് വരുന്ന രീതിയിൽ, അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് ബ്രാഞ്ച് ചെയ്യേണ്ടത്. ദെൻ പൊസിഷൻ നമ്പർ ഓഫ് ഫസ്റ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ 2 ആണ്. ദെൻ കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,4. അതായത് 2ലും 4ലുമാണ് ലെഫ്റ്റ് ടു റൈറ്റ് ബ്രാഞ്ച് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നമ്പർ ഉണ്ടാവുന്നത്. ദെൻ സെക്കൻഡ് പോയിൻ്റ് ആയിട്ട് വരുന്നത്, ഇഫ് ദ സെയിം ബ്രാഞ്ച് അപ്പിയേഴ്സ് മോർ ദാൻ വൺസ് ഇൻ എ കാർബൺ ആറ്റം, ദ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഈസ് ടു ബി ഇൻഡിക്കേറ്റഡ് യൂസിങ് പ്രിഫിക്സസ് ലൈക്ക് ഡൈ, ട്രൈ, ടെട്ര എക്സെട്ര. പൊസിഷൻ നമ്പേഴ്സ് ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ കോമാസ്. അതായത് ഒരേ ബ്രാഞ്ച് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ, അതായത് ഒന്നിൽ കൂടുതൽ തവണ ഉണ്ടെങ്കിൽ നമ്മൾ 2 പ്രാവശ്യമാണ് വരുന്നതെങ്കിൽ ഡൈ എന്നും, 3 ആണെങ്കിൽ ട്രൈ എന്നും, 4 ആണെങ്കിൽ ടെട്ര എന്ന രീതിയിലുമാണ് നമ്മൾ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. അതായത് ഏത് ബ്രാഞ്ചിലാണ് വരുന്നത്, ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമ്പർ കൊടുക്കണം. ദെൻ എത്ര ബ്രാഞ്ച് വരുന്നുണ്ടോ സെയിം ബ്രാഞ്ച് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ, അതായത് സെയിം ആൽക്കൈൽ ഗ്രൂപ്പ് റിപ്പീറ്റ് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ഡൈ, ട്രൈ, ടെട്ര ഈ ഒരു ഓർഡറിൽ നമ്പർ ചെയ്യണം. അതേപോലെ നമ്മൾ പൊസിഷൻ കൊടുക്കുന്ന സമയത്ത് പൊസിഷൻ നമ്പേഴ്സിന് സെപ്പറേറ്റ് ചെയ്യാൻ കോമ യൂസ് ചെയ്യണം. അതായത് 2, 4 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെറ്റസ് എക്സാമിൻ ഹൗ ടു അസൈൻ ദ IUPAC നെയിം ടു ദ കോമ്പൗണ്ട് ഗിവൺ ബിലോ. താഴെ ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, ആ കോമ്പൗണ്ടിന് എങ്ങനെയാണ് IUPAC നെയിം ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദെൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ. നമുക്കറിയാം ഏറ്റവും ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിലുള്ള നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറഞ്ഞാൽ ഈ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ 7 ആണ്. ദെൻ നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ 2 ആണ്. അതായത് 2 ബ്രാഞ്ചാണ് അവിടെ ഉള്ളത്. ദെൻ നെയിം ഓഫ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ 2CH3 ആണ്. അഥവാ ബ്രാഞ്ചിൻ്റെ നെയിം എന്ന് പറഞ്ഞാൽ മീത്തൈലാണ്. ദെൻ പൊസിഷൻ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്പർ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ബ്രാഞ്ചിൻ്റെ നമ്പർ വരുന്നത് 3 ആണ്. ദെൻ റൈറ്റ് ടു ലെഫ്റ്റ് ആണ് നമ്പർ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ബ്രാഞ്ചിൻ്റെ നമ്പർ 2 ആണ്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കറക്റ്റ് വേ ഓഫ് നമ്പറിങ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലെഫ്റ്റ് ആണ്. അതായത് ബ്രാഞ്ചിന് ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യണം. ദെൻ കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദ ബ്രാഞ്ചസ്. ബ്രാഞ്ചിൻ്റെ കറക്റ്റ് പൊസിഷൻ നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2,5 ആണ്. അതായത് നമ്മൾ 2ലും 5ലുമാണ് സെലക്ട് ചെയ്യുന്നത്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുന്ന സമയത്ത് ബ്രാഞ്ചസ് കാണുന്നത് 2ലും 5ലുമാണ്. സോ ഇതിൻ്റെ IUPAC നെയിം എന്ന് പറയുമ്പോൾ 2,5 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ എന്നാണ്. ഡൈമീഥൈൽ വരാൻ കാരണം 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2ലും 5ലും മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ ഡൈമീഥൈൽ എന്നാണ് പറയുക. അപ്പോൾ 2ലും 5ലും ആയതുകൊണ്ട് 2,5 ദെൻ ഒരു ഹൈഫൺ ഇടുക. അതായത് 2 മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് ഡൈമീഥൈൽ. ദെൻ ലോങ്ങസ്റ്റ് ചെയിൻ 7 കാർബണാറ്റ് ആയതുകൊണ്ട് ഹെപ്റ്റെയിൻ എന്നാണ്. സോ ഇതിൻ്റെ IUPAC നെയിം 2,5 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ. ദെൻ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ ഹൈഡ്രോകാർബൺ ഈസ് ഗിവൺ ബിലോ. റൈറ്റ് ദ IUPAC നെയിം ഓഫ് ദിസ് കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. ഇതിൻ്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞത്. ഇതിൻ്റെ IUPAC നെയിം വരുന്നത് നമുക്കറിയാം, ലെഫ്റ്റ് ടു റൈറ്റോ റൈറ്റ് ടു ലെഫ്റ്റ് നമ്പർ ചെയ്ത് നോക്കുക. എങ്ങനെ നമ്പർ ചെയ്താലും 2ലാണ് ഫസ്റ്റ് ബ്രാഞ്ച് വരുന്നത്. അപ്പോൾ ഏത് മെത്തേഡായാലും കുഴപ്പമില്ല, ഏത് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ IUPAC നെയിം 2,4 ഡൈമീഥൈൽ പെൻറ്റെയിൻ എന്നാണ്. Then the longest carbon chain is numbered from left to right or right to left.
if the carbon atom containing the first branch gets the same position number when numbered from either side. അതായത് നമ്മൾ ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കോ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഈ കാർബൺ ആറ്റം ഫസ്റ്റ് ബ്രാഞ്ച് വരുന്ന കാർബൺ ആറ്റത്തിന് സെയിം പൊസിഷൻ നമ്പർ ആണെങ്കിൽ നമുക്ക് ഏത് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ദെൻ ദ നമ്പറിംഗ് ഷുഡ് ബി ഡൺ ഇൻ സച്ച് എ വേ ദാറ്റ് ദ കാർബൺ ആറ്റം കണ്ടെയ്നിങ് ദ സെക്കൻഡ് ബ്രാഞ്ച് ഗെറ്റ് ദ എ ലോവർ പൊസിഷൻ. അതായത് നേരത്തെ തന്നിട്ടുള്ളതിൽ ഈ ബ്രാഞ്ചിന് അതായത് എങ്ങനെ ലെഫ്റ്റ് ടു റൈറ്റ് ആയാലും റൈറ്റ് ടു ലെഫ്റ്റ് ആയാലും 2ലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സെയിം പൊസിഷനാണ് വരുന്നതെങ്കിൽ താഴെ തന്നിട്ടുള്ള എക്സാമ്പിളിൽ 3 ബ്രാഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് ബ്രാഞ്ചിന് സെയിം നമ്പറാണ് വരുന്നതെങ്കിൽ ദെൻ സെക്കൻഡ് ബ്രാഞ്ച് കൂടെ കൺസിഡർ ചെയ്യുക. സെക്കൻഡ് ബ്രാഞ്ചിനും ഏറ്റവും ചെറിയ നമ്പർ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യണം. ദെൻ ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അതിൻ്റെ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ 6 ആണ്. നമ്പർ ഓഫ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ അവിടെ 3 ബ്രാഞ്ച് വരുന്നുണ്ട്. ദെൻ നെയിം ഓഫ് ബ്രാഞ്ചസ് മീതൈലാണ്, CH3 ആണ്. ദെൻ പൊസിഷൻ നമ്പർ ഓഫ് ദ ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നമ്മൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കാണ് നമ്പർ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ബ്രാഞ്ചിൻ്റെ പൊസിഷൻ നമ്പർ 2 ആണ്. ദെൻ പൊസിഷൻ നമ്പർ ഓഫ് ഫസ്റ്റ് ബ്രാഞ്ച് വൈൽ നമ്പറിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ്. റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്താലും പൊസിഷൻ നമ്പർ സെയിം ആണ്, 2 ആണ്. Then when does the second branch get a lower position number? Put a tick mark against the correct option. 2 ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതിൽ കറക്റ്റ് ഇതിന് ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് നമുക്കറിയാം ഫസ്റ്റ് ബ്രാഞ്ചിൻ്റെ ഇപ്പോൾ രണ്ടിലും ലെഫ്റ്റ് ടു റൈറ്റ് ആയാലും റൈറ്റ് ടു ലെഫ്റ്റ് ആയാലും സെക്കൻഡാണ് വരുന്നത്. ദെൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, സെക്കൻഡ് ബ്രാഞ്ച് കൂടെ കൺസിഡർ ചെയ്യണം. അപ്പോൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്പറിങ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ആണ് ശരിയായിട്ട് വരുന്നത്. അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് നമ്പർ ചെയ്യുന്ന സമയത്താണ് സെക്കൻഡ് ബ്രാഞ്ചിന് ലോവസ്റ്റ് പൊസിഷൻ നമ്പർ കിട്ടുന്നത്. സോ കറക്റ്റ് പൊസിഷൻ നമ്പർ ഓഫ് ദി ബ്രാഞ്ചസ് ആർ 2, 3, 5. സെൻ IUPAC നെയിം എന്ന് പറഞ്ഞാൽ 235 ട്രൈ മീതൈൽ ഹെക്സെയിൻ. ട്രൈ എന്ന് പറയാൻ കാരണം ഇവിടെ 3 മീതൈൽ ഗ്രൂപ്പ് വരുന്നത് കൊണ്ടാണ്. ദെൻ ഇഫ് എ കാർബൺ ആറ്റം ഹാസ് 2 ഐഡൻറ്റിക്കൽ ബ്രാഞ്ചസ്, ഒരു കാർബൺ ആറ്റത്തിന് ഒരേപോലെയുള്ള ബ്രാഞ്ചസ് ആണെങ്കിൽ ദെയർ പൊസിഷൻ നമ്പർ ഷുഡ് ബി റിപ്പീറ്റഡ്. അതായത് ഒരു കാർബൺ ആറ്റത്തിൽ തന്നെ 2 ബ്രാഞ്ച് വരികയാണെങ്കിൽ അപ്പോൾ നമ്മൾ വിചാരിക്കും സെയിം കാർബൺ ആറ്റം അല്ലേന്ന്. പക്ഷേ ഓരോ ബ്രാഞ്ചിനും എന്ത് ചെയ്യണം, നമ്മൾ പൊസിഷൻ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടതുണ്ട്. ദെൻ നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ മെയിൻ ചെയിൻ ഇവിടെ 3 ആണ്. നമ്പർ ഓഫ് ബ്രാഞ്ചസ് 2 ആണ്. നെയിം ഓഫ് ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ മീതൈലാണ്. ദെൻ പൊസിഷൻ ഓഫ് ബ്രാഞ്ചസ് അവിടെ 2 എന്ന് പറഞ്ഞൊരു പൊസിഷനിലാണ്. അപ്പോൾ IUPAC നെയിം എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, അതായത് സെക്കൻഡ് കാർബൺ ആറ്റത്തിൽ 2 ബ്രാഞ്ച് വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ IUPAC നെയിം 2,2-ഡൈമീഥൈൽ പ്രൊപ്പെയിൻ എന്നാണ്. Now let us see how to write the structural formula of compound with of its IUPAC name is given. ഇതുവരെ നമ്മൾ പഠിച്ചിട്ടുള്ളത് സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ട് IUPAC നെയിം എഴുതാനാണ്. ഇതേപോലെ നേരെ തിരിച്ച് IUPAC നെയിം തന്നിട്ട് അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനും എക്സാമിന് ഉണ്ടാവും. ഇവിടെ ഒരു എക്സാമ്പിൾ, റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് 2,3-ഡൈമീഥൈൽ പെൻറ്റെയിൻ. അപ്പോൾ നമുക്ക് സ്ട്രക്ചറൽ ഫോർമുല എഴുതണം. ആദ്യം നമ്മൾ ലോങ്ങസ്റ്റ് ചെയിൻ ഏതാണെന്ന് കൺസിഡർ ചെയ്യണമല്ലോ. ഇവിടെ മെയിൻ ചെയിനായിട്ട് വരുന്നത് പെൻറ്റെയിൻ ആണ്. ഹൗ മെനി കാർബൺ ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ ഇറ്റ്സ് മെയിൻ ചെയിൻ? സോ പെൻറ്റെയിൻ ആയതുകൊണ്ട് 5 കാർബൺ ആറ്റം. ലെറ്റ് us റൈറ്റ് ദ മെയിൻ ചെയിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, 9th പഠിച്ചതുപോലെ ആദ്യം 5 കാർബൺ ആറ്റം അവിടെ എഴുതുക. ദെൻ വാട്ട് ആർ ദ ബ്രാഞ്ചസ്? ബ്രാഞ്ചസ് ഇവിടെ പറയുന്നുണ്ട് എന്ത്, മീതൈലാണ് ബ്രാഞ്ച്, മീതൈൽ. വാട്ട് ആർ ദെയർ പൊസിഷൻ നമ്പേഴ്സ്? 2, 3 അല്ലേ, 2ലും 3ലും ആണ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ് IUPAC നെയിമിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ബൈ അറ്റാച്ചിങ് ദ ബ്രാഞ്ചസ് ടു ദ മെയിൻ ചെയിൻ. അപ്പോൾ 2ലും 3ലും നമുക്ക് എന്തറിയാം, മീതൈൽ ഗ്രൂപ്പാണ് വരുന്നതെന്നറിയാം. അപ്പോൾ മീതൈൽ ഗ്രൂപ്പ് വരുന്ന രീതിയിൽ ബ്രാഞ്ചായിട്ട് കൊടുക്കുക. കംപ്ലീറ്റ് ദ സ്ട്രക്ചർ ബൈ ഫില്ലിംഗ് അപ്പ് ഓൾ ദ വാലൻസീസ് ഓഫ് കാർബൺ ആറ്റം വിത്ത് ഹൈഡ്രജൻ. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് കാർബണിൻ്റെ വാലൻസി 4 ആണ്. അപ്പോൾ നമ്മൾ ഹൈഡ്രജനെ ഫില്ല് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ബ്രാഞ്ച് വരുന്നുണ്ടെങ്കിൽ ആ ബ്രാഞ്ച് കൂടെ കൺസിഡർ ചെയ്തതിന് ശേഷം വേണം ഹൈഡ്രജൻ ഫില്ല് ചെയ്യാൻ വേണ്ടി. സോ CH3, CH, CH3, CH, CH3, CH2, CH3 ഇതാണ് സ്ട്രക്ചറൽ ഫോർമുല വരുന്നത്. അപ്പോൾ IUPAC നെയിം എഴുതാനും IUPAC നെയിം തന്നിട്ട് സ്ട്രക്ചറൽ ഫോർമുല ചെയ്യാനും വേണ്ടിയിട്ട് എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ പഠിക്കുക. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് 2,4-ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ. അപ്പോൾ ആദ്യം നമ്മൾ ഹെപ്റ്റെയിൻ ലോങ് ചെയിൻ സെലക്ട് ചെയ്യുക. ലോങ് ചെയിൻ കാർബൺ വെച്ചിട്ട് മാർക്ക് ചെയ്ത് വെക്കുക. പിന്നെ എവിടെയൊക്കെ ബ്രാഞ്ച് വന്നിട്ടുള്ളത് 2ലും 4ലും ആണ്. അപ്പോൾ 2ലും 4ലും നമ്മൾ മീതൈൽ എന്ന് പറഞ്ഞ ബ്രാഞ്ച് ആയതുകൊണ്ട് മീതൈൽ മാർക്ക് ചെയ്യുക. ഓക്കെ, തന്നെ ഇവിടെ നിങ്ങൾക്കൊരു ഹോംവർക്കായിട്ട് ഒരു ടേബിൾ ഫില്ല് ചെയ്യാനുണ്ട്. കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ ബിലോ. ഒരു കോമ്പൗണ്ട് തന്നിട്ടുണ്ട്, അതിൻ്റെ IUPAC നെയിം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, ഇതിൻ്റെ IUPAC നെയിം 2,4
ഡൈമീത്തൈൽ ഹെക്സെയിൻ എന്നാണ്. അതായത് 6 കാർബൺ ആറ്റാണുള്ളത്. അപ്പോൾ ഹെക്സെയിൻ എന്ന് പറഞ്ഞ് മെയിൻ ചെയിനിന് പേര് കൊടുക്കും. ദെൻ മീത്തൈൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് നമ്മൾ ഡൈമീഥൈൽ എന്ന് പറഞ്ഞു. ദെൻ 2ലും 4ലുമാണ് മീഥൈൽ ഗ്രൂപ്പ് വരുന്നത്. സോ UPSC നെയിം 2,4 ഡൈമീഥൈൽ ഹെക്സെയിൻ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ 2,2,3 ട്രൈമീഥൈൽ പെൻറ്റെയിൻ ആണ്. ഇതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ കോമ്പൗണ്ടിൻ്റെ. അപ്പോൾ നമ്മൾ സ്ട്രക്ചറൽ ഫോർമുല എഴുതുക. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 3,3 ഡൈ ഈത്തൈൽ ഹെക്സെയിൻ ആണ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇതുവരെ നമ്മൾ മീത്തൈൽ വെച്ചിട്ടാണ് പറഞ്ഞത്. പക്ഷേ ഈത്തൈലും ബ്രാഞ്ചായിട്ട് വരാം. ഈതൈൽ ബ്രാഞ്ചായിട്ട് വരുന്ന സമയത്ത് 3 എന്ന് പറഞ്ഞ കാർബണിൽ എന്ത് വേണം? 2 ഈതൈൽ ഗ്രൂപ്പ് വരണം, ഡൈ ഈതൈൽ ആയതുകൊണ്ട്. ദെൻ ഹെക്സൈനാണ് മെയിൻ ചെയിനായിട്ട് വരുന്നത്. ദെൻ ഇവിടെ ഒരു സ്ട്രക്ചറൽ ഫോർമുല തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, കാർബൺ ആറ്റത്തിന് ലോങ് ചെയിൻ ഏറ്റവും കൂടുതൽ കാർബൺ കിട്ടുന്ന രീതിയിൽ നമ്പർ ചെയ്യണം. നമ്മൾ സ്ട്രെയിറ്റ് ലൈനായിട്ട് ചെയ്യുകയാണെങ്കിൽ 4 കാർബണേ വരുന്നുള്ളൂ. പക്ഷേ താഴെ ഉള്ളത് കൺസിഡർ ചെയ്യുന്ന സമയത്ത് 5 കാർബൺ ആറ്റം. അപ്പോൾ ലോങ് ചെയിൻ പെൻറ്റെയിൻ ആയിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ UPSC നെയിം എന്ന് പറഞ്ഞാൽ 3,3 ഡൈമീത്തൈൽ പെൻറ്റെയിൻ എന്നാണ്. അപ്പോൾ കൃത്യമായിട്ട് UPSC നെയിം എഴുതാനും അതേപോലെ സ്ട്രക്ചറൽ ഫോർമുല ഡ്രോ ചെയ്യാനും കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.